അല്ല, ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് എന്തൊക്കെ നേടാവോ അതെല്ലാം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. ഇതിനപ്പുറം ഈ പാർട്ടിയിൽ നിന്ന് ഇനി അദ്ദേഹത്തിനൊന്നും ലഭിക്കാനില്ല. ഇന്ന് കോൺഗ്രസിൻ്റെ പരമോന്നത സമിതി എന്ന് പറയുന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് അദ്ദേഹം. കോൺഗ്രസ് പ്രസിഡൻ്റായി മത്സരിച്ച അദ്ദേഹമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസ് ഏറ്റവും നല്ലൊരു കമ്മിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാബിനറ്റ് പദവിയുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂറും വിധേയത്വവും പ്രതിബദ്ധതയും കോൺഗ്രസിനോടായിരിക്കണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. പക്ഷേ അദ്ദേഹം ഒരു രക്തസാക്ഷി പരിവേഷം നേടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ അത്തരമൊരു പരിവേഷം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വയം പാർട്ടി വിട്ടു പോകാം. പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കി പോകാമെന്നുള്ള വ്യാമോഹം നടക്കുന്ന പ്രശ്നമില്ല. ഒരു പേടിയില്ല. ഈ ശശി തരൂരിനെ കൈകാര്യം ചെയ്യുന്ന നേതൃത്വത്തിന് എന്തെങ്കിലും കേരളത്തിലെ നേതൃത്വത്തിന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയതായി തോന്നുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിന് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന് എന്ത് വീഴ്ചയാണ് പറ്റുന്നത്? അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ KPCC അല്ല, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. പ്രസിഡൻറ്റും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അതിനാർക്കും ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന് എന്താണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് ഈ പാർട്ടി നടക്കാൻ പോകുന്നില്ല. ഒരു വിഷയം കൂടി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ ഈ പാർട്ടി നടപടിയെടുത്തതിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാവുകയും ചെയ്തു. അതിൽ ചില കോൺഗ്രസിനകത്ത് മുതിർന്ന നേതാക്കൾ അതിൽ പരോക്ഷമായെങ്കിലും അതൃപ്തി പ്രകടിപ്പിച്ച് രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളൊക്കെ രംഗത്ത് വരികയും ചെയ്തു. എന്താണ് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ നടപടി നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകേണ്ടതുണ്ടോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനകത്ത് പല നേതാക്കന്മാർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലൊരു കുറ്റം ചെയ്തു. ആ കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പാർട്ടി ശക്തമായ നടപടിയെടുത്തിട്ടുണ്ട്. പാർലമെൻ്ററി പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. ഒരു കുറ്റത്തിന് രണ്ട് നടപടിയെടുക്കാനാവാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നടപടിയെടുക്കണമെന്ന് നിങ്ങളുടെ ആവശ്യം നടക്കാതെ പോകുന്നത്. കാരണം അദ്ദേഹം ഒരു കുറ്റമാണ് ചെയ്തു എന്ന് നേതൃത്വത്തിന് ബോധ്യം വന്നിട്ടുള്ളത്. നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം, KPCC നേതൃത്വം യുക്തമായ നടപടി ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. പാർലമെൻ്ററി പാർട്ടിയും സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പാർട്ടിക്ക് പുറത്താണ്. ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ ഞാനില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ പാർട്ടിയിലെ പല നേതാക്കന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ പാർട്ടിയുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് രണ്ടുപേരാണ്. ഒന്ന് KPCC പ്രസിഡന്റും രണ്ട് പ്രതിപക്ഷ നേതാവുമാണ്. ആ രണ്ടുപേരും ഇക്കാര്യത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.